10 കൊല്ലം കൊണ്ട് കേരളത്തെ യൂറോപ്പാക്കി മാറ്റും എന്നെല്ലാം പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ എവിടെ പോയി? 5 കൊല്ലം കൊണ്ട് 20 ലക്ഷം തൊഴിലാണ് വരാൻ പോണേ. 20 ലക്ഷം. എന്നിട്ട് അത് വീതിച്ച് നൽകുന്നു പലർക്കും. ഇനി ബാക്കി വന്ന തൊഴിലുകളെല്ലാം വിദേശ രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനക്കാർക്കും വീതിച്ച് നൽകും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ പോക്ക ഉണ്ടായുള്ളൂ. 39 ട്രെയിൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്, 39 ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക്. ഈ വക കഥകളൊക്കെ മലയാളി കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏതെങ്കിലും ഒരു മന്ത്രി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുമ്പോൾ അവനെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമങ്ങളും KSRTCയെ കേരളത്തിൽ നന്നാക്കാൻ കച്ച കെട്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ. മന്ത്രി ശ്രീ ഗണേഷ് കുമാറിന് അതിനുള്ള കഴിവുണ്ട് എന്ന് വേണം ഈ അടുത്ത കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് വിലയിരുത്താനായിട്ട്. അദ്ദേഹം പല KSRTCക്ക് വേണ്ടി, KSRTC ജീവനക്കാർക്ക് വേണ്ടി, KSRTC വളരാൻ വേണ്ടി പല തീരുമാനങ്ങളും എടുത്തു. ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഒരു മുംബൈ ജാല എന്ന വാർത്ത പുറത്തുവിട്ടത് 20ഓളം CPM നേതാക്കളെ ഗണേഷ് കുമാർ പിടികൂടി അവരിൽ നിന്ന് പല രേഖകളും പിടിച്ചെടുത്തു എന്നാണ്. ഏതായാലും KSRTCയുടെ തലപ്പത്തിരിക്കുന്നവരല്ല KSRTC ഭരിക്കുന്നത്, യൂണിയൻ നേതാക്കളാണ് എന്നുള്ള ഒരു കരക്കമ്പി കേരളം ഒട്ടാകെയുണ്ട്. യൂണിയൻ നിരോധിച്ചാൽ KSRTC രക്ഷപ്പെടും എന്ന്. കാരണം യൂണിയനും ഒന്നുമില്ലാത്ത കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനൊക്കെ വൻ ലാഭത്തിലും സ്ത്രീകൾക്കൊക്കെ ഫ്രീ ആയിട്ട് വണ്ടി ഓടുമ്പോൾ ഇവിടെ മാത്രം ഞെരങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. KSRTCക്ക് കോടികൾ വേണം ഡെയിലി ശമ്പളം കൊടുക്കാൻ എന്ന അവസ്ഥയിൽ നിന്ന് ഈ അടുത്ത കാലത്തായിട്ട് ഗണേഷ് കുമാർ വന്നതിന് ശേഷം, ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ട് വന്നതിന് ശേഷം ലക്ഷങ്ങളാണ് ലാഭം ആയിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിലെ കള്ളക്കടത്തുകളും പിടിക്കാൻ ശ്രമിക്കുകയും പിടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും പണിയെടുക്കാത്തവർ പുറത്തു പോകണം എന്ന് യാതൊരുവിധ ലാഭേച്ഛയില്ലാതെ അതായത് KSRTCക്ക് നഷ്ടമുണ്ടാവുന്ന യാതൊരുവിധ കാര്യങ്ങളും ഞാൻ ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ഗണേഷ് കുമാറിന് ഇപ്പോൾ തിരിച്ചടികൾ വരുന്നോ എന്നാണ് ഇപ്പോൾ കേരളത്തെ ജനം നോക്കിയിരിക്കുന്നത്. ഗണേഷ് കുമാറിൻ്റെ പ്രവർത്തനത്തിൽ മലയാളികൾ കൈയടിക്കുകയാണ്. കാരണം കാണാൻ കൊള്ളാവുന്നതും ഇവിടെ ഇപ്പോൾ മന്ത്രിയാണെന്ന് എടുത്തു പറയാവുന്നതും ഏക വ്യക്തി ഗണേഷ് കുമാറാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പറയണേ. ഇപ്പോൾ അതിനെതിരെ പാർട്ടി സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തൊക്കെ നന്നാക്കാൻ ശ്രമിച്ചു, എന്തൊക്കെ പുരോഗമനം വരാൻ ശ്രമിച്ചു, അതിനെല്ലാത്തിനും പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു പാരമ്പര്യമുള്ള ആളാണ് ഇപ്പോൾ മുന്നിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ആരാണ് ഈ ഗോവിന്ദൻ? ഇവിടെ ജനപ്രതിനിധികൾ, ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനാധിപത്യ രീതിയിൽ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തിട്ട് അവരാണ് കേരളത്തിലെ ജനങ്ങളെ ഭരിക്കാനായിട്ട് കേരളത്തിലെ ജനങ്ങളാണ് ഏൽപ്പിച്ചേക്കണേ. കേരളത്തിലെ ജനങ്ങളുടെ സർവൻസ് ആണ് ശരിക്കും മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം. അതല്ലാതെ കേരളത്തിലെ ജനങ്ങളെ പിഴിയാൻ വേണ്ടിയല്ല തലപ്പത്ത് കയറ്റിയിരുത്തിയേക്കണേ. അത് അർത്ഥവത്താക്കിക്കൊണ്ടാണ് ശ്രീ ഗണേഷ് കുമാർ ശരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഭരിക്കണേന്ന്. അതിനെതിരെ പാർട്ടി സെക്രട്ടറി 10 കൊല്ലം കൊണ്ട് കേരളത്തെ യൂറോപ്പാക്കി മാറ്റും എന്നെല്ലാം പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ എവിടെ പോയി? 5 കൊല്ലം കൊണ്ട് 20 ലക്ഷം തൊഴിലാണ് വരാൻ പോണേ. 20 ലക്ഷം. എന്നിട്ട് അത് വീതിച്ച് നൽകുന്നു പലർക്കും. ഇനി ബാക്കി വന്ന തൊഴിലുകളെല്ലാം വിദേശ രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനക്കാർക്കും വീതിച്ച് നൽകും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ പോക്ക ഉണ്ടായുള്ളൂ. 39 ട്രെയിൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്, 39 ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക്. ഈ വക കഥകളൊക്കെ മലയാളി കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏതെങ്കിലും ഒരു മന്ത്രി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുമ്പോൾ അവനെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമങ്ങളും എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവരുടെ കയ്യിലും എത്തിയതിൽ പിന്നെ ഇതൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന ചോദ്യം, ആരാണ് ഈ പാർട്ടി സെക്രട്ടറി? പാർട്ടി സെക്രട്ടറിയൊക്കെ പാർട്ടി ഓഫീസ് ഭരിച്ചാൽ പോരെ? കേരളത്തിലെ ജനങ്ങളെ ഭരിക്കാൻ പറ്റണോ? കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരും വിവരമുള്ളവരും ലോകപരിചയമുള്ളവരുമാണ് എന്ന് ഈ പാർട്ടി സെക്രട്ടറിക്കൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കൂ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. ഗണേഷ് കുമാറിനെ തള്ളാനോ കൊള്ളാനോ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ CPM ഉന്നതന്മാർ എന്നാണ് പറയുന്നത്. കാരണം ഗണേശിനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ NSSൻ്റെ വോട്ടുകൾ നഷ്ടമാവുമല്ലോ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം കാട്ട പുകയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തള്ളി പറയാനും പറ്റില്ല, കൊള്ളാനും പറ്റില്ല. നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഗണേഷ് കുമാറിനെ തള്ളി പറയുന്നു എന്ന് വന്നപ്പോഴും ശരിക്കും വായടച്ചു. കയറ് ഊരിവിട്ട കാള പോലെയാണ് ശ്രീ ഗണേഷ് കുമാർ മന്ത്രി എന്ന് വേണം പറയാനായിട്ട്. അദ്ദേഹത്തിൻ്റെ സമീപകാല പ്രവർത്തനങ്ങളെല്ലാം മുൻ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും ഇതുമാതിരി തന്നെയായിരുന്നു ശ്രീ ഗണേഷ് കുമാർ. എന്തൊക്കെ കാര്യങ്ങൾ, ആരോപണങ്ങൾ എന്തുണ്ടായാലും ശരി, കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയെ കൈയടിച്ച് തന്നെ സ്വാഗതം ചെയ്യും.
അല്ലാതെ വിടുവായത്തരം അവിടെ ഇവിടെ ഇരുന്നുണ്ട് 39 ട്രെയിൻ അങ്ങാട് 49 ട്രെയിൻ ഇങ്ങാട് എന്നൊക്കെ വായ കൊണ്ട് പറയാനായിട്ട് പലർക്കും പറ്റും. ഈ നിലപാട് എടുക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ, ലോകത്തിലെ ഏറ്റവും വലിയ നിലപാടുകാരാണ് ഇവരൊക്കെ. തൃപ്പൂണിത്തുറ ഇലക്ഷനിൽ വന്നിരുന്ന് മുഖ്യമന്ത്രി പറയാണ് കേരളയിൽ ഇവിടെ വരും കേട്ടോ, എന്നിട്ട് വന്നല്ലോ, അവസാനം തിരുത്തി പറയേണ്ടി വന്നു കേന്ദ്രമാണ് തീരുമാനം. എന്തിനാണ് വായിൽ കൊള്ളാത്ത വാക്കുകളൊക്കെ ഈ മലയാളികൾ, വിദ്യാഭ്യാസവും വിവരമുള്ള മലയാളികളോട് പറയണേ? അവനവനുള്ള കാര്യം പറഞ്ഞാൽ പോരെ, ആരെങ്കിലും പിടിച്ച് മന്ത്രിസ്ഥാനത്തും താഴെ ഇടുമോ? നമ്മൾക്ക് കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഇപ്പോൾ ഗണേഷ് കുമാർ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനെങ്കിലും കൂടെ നിൽക്കണം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എന്തായാലും ഗണേഷ് കുമാറിന് കേരളത്തിൻ്റെ മലയാളികൾ വക കയ്യടി.